ഡിപ്രഷൻ 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 ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നമാണ്. ഡിപ്രഷനാണ്, സങ്കടം, വിഷാദം. ചെറിയൊരു കാര്യം മതി ഉടനെ ഡിപ്രഷനായി. എനിക്കൊന്നും പറ്റില്ല കേട്ടോ, എന്നെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, സോറി, ഞാൻ നിർത്തി പോവുകയാണ്, എസ്കേപ്പാണ്, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സോറി. അത് പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോവുകയാണ്. ചിലരിത് പെട്ടെന്ന് റിക്കവർ ആവും. ചിലപ്പോൾ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതേ ആളുകളെ ചിരിച്ച് ഒന്നും പറ്റിയില്ല കേട്ടോ, കുഴപ്പമില്ല, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു വരും. ചിലർക്ക് ഇതിങ്ങനെ നീണ്ടു നിൽക്കും, ചിലപ്പോൾ 1 ദിവസം 2 ദിവസം, ചിലർക്ക് വലിയ നീണ്ട കാലയളവ് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു സൈക്കോളജി കൗൺസിലിംഗ് വളരെ അത്യാവശ്യമാണ്. ചിലപ്പോൾ തെറാപ്യൂട്ടിക്കിലേക്ക് പോകേണ്ടതായിട്ട് വരും, ചിലപ്പോൾ സൈക്യാട്രിസ്റ്റിലേക്ക് പോകേണ്ടി വരും. സോ എന്നിൽ ഡിപ്രഷൻ ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം, മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. ഇല്ല എങ്കിൽ അപകടമാണ്. ഈ അടുത്ത് നടന്നൊരു ന്യൂസാണ്, ഒരു ചെറുപ്പക്കാരൻ പാലത്തിൽ നിന്ന് എടുത്തിയാടി ആത്മഹത്യ ചെയ്തു. എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴാണ് ഓൺലൈനിൽ ഗെയിം കളിച്ച് പൈസ പോയി പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് വന്നു, ആത്മഹത്യയിലേക്ക് പോവുകയാണ്. നമുക്ക് കുറച്ച് പ്രതിവിധിയായിട്ട് നമുക്ക് വേണ്ട ഒരു സാധനമാണ് ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുക. ഡിപ്രഷന് പറ്റിയ എതിരാളി ആരാണെന്ന് ചോദിച്ചാൽ ചങ്ക് ഫ്രണ്ട്സാണ്. ശരിക്കും നമുക്ക് കണ്ണും പൂട്ടി എന്തും പറയാൻ പറ്റുന്ന, കണ്ണുറച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ചങ്ക് ഫ്രണ്ട്സ് ഒരെണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന മാതാപിതാക്കളായിരിക്കാം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിരിക്കാം, ആരെങ്കിലും ഒരാൾ, സുഹൃത്തുക്കൾ, നമുക്ക് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അതോടൊപ്പം തന്നെ ഞാനും ഒരു നല്ല ചങ്ക് ഫ്രണ്ടായിട്ട് മാറുക. എൻ്റെ കൂട്ടുകാരിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അവനെ ഒന്ന് ഗൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.